നമസ്തേ, നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം. കഴിഞ്ഞ എപ്പിസോഡിൽ മതമൗലികവാദത്തിന്റെ തിരിച്ചടി നാസറിനെ പരിക്കേൽപ്പിച്ചു. ഇന്ന് അവൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. കിടക്കയിൽ കിടക്കുമ്പോൾ അവൻ അതേ വേദന അനുഭവിക്കുന്നു. ഏതൊന്നു മുൻപ് തന്റെ ആക്രമണത്താൽ ഫിർദൌസ് അനുഭവിച്ചിരുന്നു. നാസറിന്റെ ആത്മമന്ഥനം ഇപ്പോൾ മതത്തിന്റെ ദർശനത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. രാത്രി എന്നെ കൊല്ലാൻ ശ്രമിച്ചവനും ഒരുപക്ഷെ അല്ലാഹുവിന്റെ പേര് എടുത്തുകൊണ്ടാകാം എന്നെ ആക്രമിച്ചത്. ഇതിൽ നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നില്ലേ? വൈചിത്ര്യത്തിന്റെ പരിഹാരം നാസർ മനസ്സിലാക്കി കഴിഞ്ഞു. മതത്തിന്റെ പേരിൽ നടത്തുന്ന അക്രമങ്ങൾ മതത്തെ അപമാനിക്കുന്ന പ്രവൃത്തികളാണ്. എങ്ങനെയാണ് ഒരു ചെറിയ മതഭ്രാന്തൻ വിഭാഗം മുഴുവൻ സമുദായത്തെയും മോശമായി ചിത്രീകരിക്കുന്നതെന്നും ഭൂരിഭാഗം ആളുകളും പേടി കാരണം എങ്ങനെ മൗനം പാലിക്കുന്നു എന്നും അവൻ തിരിച്ചറിയുന്നു. ഫിർദൌസിന്റെ മൂല്യം 3 വർഷത്തെ ജയിൽ ജീവിതത്തിനു ശേഷം നാസറിന് ഫിർദൌസിൽ ലക്ഷക്കണക്കിന് ഗുണങ്ങൾ കാണാൻ കഴിയുന്നു. തന്റെ അയോഗ്യത കൊണ്ട് അവളെ നഷ്ടപ്പെടുത്തിയതിൽ അവൻ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു. പുതിയ കാഴ്ചപ്പാട് നാസിർ ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന് അനുകൂലമാണ്. ഹിജാബ് ബുർഗ ആചാരങ്ങളുടെ കെട്ടുപാടുകളിൽ കഴിവുകൾ നശിപ്പിക്കപ്പെടുന്നത് അവൻ കാണുന്നു. ഈ ചിന്തയിലൂടെ നാസിറിന്റെ നിശ്ചയദാർഢ്യം വർദ്ധിക്കുന്നു. തന്റെ പ്രവൃത്തികളിലൂടെ അവൻ തെറ്റിദ്ധാരണകൾ മാറ്റുകയും തന്റെ സമുദായത്തിലെ സ്ത്രീകളെ പുരുഷന്മാർക്ക് തുല്യരായി കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ നാസിറിന്റെ വിശ്വസ്തനായ മെക്കാനിക്ക് ഇമ്രാൻ അവന്റെ സുരക്ഷയ്ക്കായി ദിവസവും അവനോടൊപ്പം വരാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ അമ്മി ഇമ്രാനെ അത്താഴത്തിന് ക്ഷണിച്ചു. അവിടെ നിന്ന് മാനവികതയുടെ പുതിയ കഥ ആരംഭിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം സാധാരണ സംഭാഷണത്തിനിടെ അമ്മി ഇമ്രാനോട് അവന്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു. മകനെ, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇതുവരെ തന്റെ വിഷമം ഉള്ളിലൊതുക്കിയിരുന്ന ഇമ്രാൻ ദീർഘമായി നിശ്വസിച്ച് വേദന നിറഞ്ഞ ഒരു കഥ വെളിപ്പെടുത്തുന്നു. സഭയുടെ കഥ. ഇമ്രാന്റെ സുന്ദരിയും ബുദ്ധിമതിയുമായ 22 വയസ്സുള്ള സഹോദരി സഭ. കണക്ക് സയൻസ് ഗ്രൂപ്പിൽ സ്റ്റേറ്റ് ബോർഡിൽ 10ാം റാങ്ക് നേടിയവൾ. ഇന്ന് അവൾ 3 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണ്. അവളുടെ ജീവിതം വീണ്ടും ശരിയാകണമെന്ന് ഇമ്രാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അബ്ബു 1.5 വർഷം മുൻപ് ഒരു അറബ് ദല്ലാളിനെ എന്തിനാണ് വിശ്വസിച്ചത്? ഇമ്രാന്റെ സഹോദരി സഭയും നാസിറിനെ പോലെ ഏതെങ്കിലും അനീതിക്കിരയായിട്ടുണ്ടോ? നാസിറിന് ഇപ്പോൾ തന്നെയെപ്പോലെയുള്ള മറ്റൊരു വ്യക്തിയുടെ കഥ കേൾക്കാൻ കഴിയുമോ? മാനവികതയുടെ ദർശനം, മതമൗലികവാദത്തിന് എതിരെയുള്ള വിമർശനം, കരുണ നിറഞ്ഞ ഒരു പുതിയ കഥ പ്രാരംഭം മാനവ പരിചയത്തിൽ കേൾക്കൂ. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 13 ആത്മമന്ഥനം, ദർശനം, സഭയുടെ കഥ. പിന്നീട് രാവിലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ നാസിർ ആംബുലൻസിൽ വീട്ടിലെത്തി. ആംബുലൻസ് സൈറൺ കേട്ടപ്പോൾ അമ്മയുടെ മനസ്സ് തകർന്നുപോയി. പക്ഷേ അറ്റൻഡന്റിന്റെ സഹായത്തോടെ നാസിർ സ്വയം നടന്നു താഴെയിറങ്ങുന്നത് കണ്ടപ്പോൾ അവർക്ക് സമാധാനമായി. നാസിർ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അമ്മി അല്ലാഹുവിനോട് നന്ദി പറഞ്ഞു. ആ സമയത്ത് നാസിർ വേദനയിലും ചെറുതായി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ എന്റെ ക്ഷേമത്തിനായി അല്ലാഹുവിനോട് നന്ദി പറയുന്നു. എന്നാൽ രാത്രി എന്നെ കൊല്ലാൻ ശ്രമിച്ചവനും ഒരുപക്ഷെ അല്ലാഹുവിന്റെ പേര് എടുത്തുകൊണ്ടാകാം എന്നെ ആക്രമിച്ചത്. അമ്മി, ഇതിൽ നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നില്ലേ? അമ്മി അപ്പോൾ നാസിറിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. മകനെ, എന്റെ അല്ലാഹു ഓരോരുത്തർക്കും ലോകത്ത് ജനിക്കാനുള്ള വരം നൽകുന്നത് അവരുടെ ജീവിതത്തിൽ സുഖസന്തോഷങ്ങൾ ലക്ഷ്യമിട്ടാണ്. മറ്റുള്ളവരുടെ ജീവന് ശത്രുവായി മാറുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ തങ്ങളുടെ മതത്തെയും സമുദായത്തെയും അനാവശ്യമായി അപമാനിക്കുന്നു. നീ വിഷമിക്കേണ്ട, ലോകത്ത് ഇത്തരത്തിൽ വഴിതെറ്റിയവർ അധികമില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ നിനക്കെതിരെയുള്ള ഫത്വ ആളുകൾ മറന്നുപോകും. ഫത്വ നൽകുന്നവർക്കും മറ്റൊരാൾക്കെതിരെ പുതിയ ഫത്വ നൽകാൻ പുതിയ കാരണങ്ങൾ ലഭിക്കും. നീ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു മകനെ. ഇനി നിനക്ക് യാതൊരു ആപത്തും വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മി ഒരു നീണ്ട ഉപദേശം തന്നെ നൽകി. നാസിറിന് ഏറ്റ മുറിവ് കാരണം അടുത്ത 5 ദിവസം വീട്ടിൽ വിശ്രമിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കിടക്കയിൽ കിടക്കുമ്പോഴോ സോഫയിൽ ഇരിക്കുമ്പോഴോ അവൻ ഇപ്പോൾ അതേ വേദന അനുഭവിക്കുകയാണ്. ഏതൊന്നു തന്റെ ആക്രമണത്താൽ പരിക്കേറ്റ ഫിർദൌസ് അനുഭവിച്ചിരുന്നോ? മുറിവേറ്റ വേദന പെയിൻ കില്ലർ മരുന്നുകൾ ഉപയോഗിച്ച് കുറക്കാമെന്ന് അവന് ഇപ്പോൾ മനസ്സിലായി. എന്നാൽ യാതൊരു തെറ്റും ചെയ്തില്ലെങ്കിലും ഒരാൾ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ മനോവേദന കുറയ്ക്കാൻ ഒരു മരുന്നുമില്ല. അത്തരം മാനസിക വേദനകളിൽ നിന്ന് കാലക്രമേണ മാത്രമേ ആശ്വാസം ലഭിക്കൂ. തന്റെ ജനനത്തിന് പിന്നിൽ അല്ലാഹു ഉള്ളപ്പോൾ ഒരു നിരപരാധിയെ അകാലത്തിൽ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നവൻ അല്ലാഹു ഒരിക്കലും ആകില്ലെന്ന് അവൻ വീണ്ടും വീണ്ടും ചിന്തിക്കുമായിരുന്നു. ലോകത്ത് മതത്തിന്റെ പേരിൽ എവിടെയാണോ കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്നത് അതെല്ലാം മതത്തെ അപമാനിക്കുന്ന പ്രവൃത്തികളാണ്. അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള ഇബാദത്ത്, ആരാധന നടക്കില്ല. അങ്ങനെ ചെയ്യുന്നത് മതമനുസരിച്ച് ജീവിക്കലുമല്ല. അവൻ ഇതുവരെ സാഹിത്യവും വിവിധ ദർശനങ്ങളും സംബന്ധിച്ച നിരവധി പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു.
അത് അവന്റെ ചിന്താശേഷിയെ വർദ്ധിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള തന്റെ സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളിൽ ചിലർ മാത്രമാണ് മതഭ്രാന്തന്മാരെന്ന് അവൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. അവരുടെ പ്രവൃത്തികളും ചിന്തകളും മറ്റ് മതസ്ഥർ നാസിറിന്റെ മുഴുവൻ സമുദായത്തിന്റെയും ചിന്തകളായി കരുതുന്നു. എന്നാൽ സത്യം എന്തെന്നാൽ ഈ മതഭ്രാന്തന്മാരും തീവ്രവാദികളും ഒഴികെ മറ്റുള്ളവർക്ക് അവരോട് യാതൊരു യോജിപ്പുമില്ല എന്നതാണ്. സമുദായത്തിലെ മിക്കവാറും ആളുകൾ മതഭ്രാന്തന്മാരെയും തീവ്രവാദികളെയും ഭയന്ന് മൗനം പാലിക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്നു. അവരെ എതിർക്കാൻ ധൈര്യത്തോടെ നിൽക്കുന്നവർ വളരെ കുറവാണ്. അത്തരക്കാർക്കെതിരെയാണ് മതമൗലികവാദികൾ ഫത്വ പുറപ്പെടുവിക്കുന്നത്. തന്റെ സമുദായത്തിലെ സ്ത്രീകളിൽ പഠിക്കാൻ അവസരം ലഭിച്ച ചുരുക്കം ചിലരിൽ ഒരാളാണ് ഫിർദൌസ് എന്ന് നാസിർ ഇപ്പോൾ ചിന്തിക്കുന്നു. ഫിർദൌസ് വക്കീലായി. പഠിച്ചതുകൊണ്ട് അവൾക്ക് കാര്യങ്ങൾ യുക്തിപൂർവ്വം ചിന്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവൾ എന്തിനേയും അന്ധമായി പിന്തുടരാതെ സ്വന്തം അറിവ് ഉപയോഗിച്ച് പുരോഗമനപരമായ തീരുമാനങ്ങൾ എടുത്തു. നാസിറിന് തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 3 വർഷങ്ങൾ ജയിൽ ശിക്ഷയായി അനുഭവിക്കേണ്ടി വന്നു. അതേസമയം തന്നെ അവന്റെ അബ്ബൂവും മരണപ്പെട്ടു. പണ്ട് ആരെയാണോ നാസിർ കാഫിർ എന്ന് കരുതിയത്, ആ ഹരീശ്ചന്ദ്രജി തന്റെ നീതിയിലൂടെ അവനൊരു മാതൃകയായി മാറി. ഇത്തരത്തിൽ മറ്റു വിഭാഗങ്ങളോടുള്ള നാസിറിന്റെ തെറ്റായ ധാരണകൾ നീങ്ങി. ജയിൽ ജീവിതത്തിന്റെ അവസാന മാസങ്ങളിൽ നാസിറിന്റെ കാഴ്ചപ്പാടുകളും ചിന്തകളും മാറിപ്പോയി. ഇപ്പോൾ അവന് ഫിർദൌസിൽ ഒരുപാട് ഗുണങ്ങൾ കാണാൻ കഴിയുന്നു. തെറ്റിദ്ധാരണ മൂലം ഫിർദൌസിനെക്കുറിച്ച് മോശമായി സംസാരിച്ചതിൽ അവൻ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു. ഫിർദൌസിനെ നഷ്ടപ്പെട്ടത് തന്റെ വലിയ ദൗർഭാഗ്യമായി അവൻ കരുതുന്നു. ഇവയെല്ലാം കാരണം മുൻപ് ദൗർഭാഗ്യമായി കരുതിയ ജയിൽ ജീവിതം ഇപ്പോൾ വൃഥ ആയി എന്ന് തോന്നുന്നില്ല. ആ 3 വർഷം തന്റെ ജീവിതത്തിന് ശരിയായ കാഴ്ചപ്പാട് നൽകിയ ഒന്നായി അവൻ അനുഭവപ്പെടുന്നു. താൻ ജയിലിൽ പോയിരുന്നില്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ഈ ശരിയായ ബോധം തന്റെ ജീവിതകാലം മുഴുവൻ ലഭിക്കില്ലായിരുന്നു എന്ന് നാസിർ ഇപ്പോൾ ചിന്തിക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയതോടെ നാസിർ ഇപ്പോൾ തന്റെ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. സ്ത്രീകൾ ഹിജാബിലും ബുർഗയിലും ഇരിക്കണമെന്ന് നിർബന്ധിക്കുന്ന രീതികളിൽ നാസിറിന് ഇപ്പോൾ പോരായ്മകൾ കാണാൻ കഴിയുന്നു. നിയന്ത്രണങ്ങൾ കാരണം പകുതിയോളം വരുന്ന സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് അവൻ സങ്കടപ്പെടുന്നു. മാത്രമല്ല, സ്ത്രീകളെ നിയന്ത്രിക്കുന്നതിനായി പുരുഷന്മാർ അവരുടെ ഊർജ്ജം വൃഥാ കളയുകയാണെന്നും നാസിർ കരുതുന്നു. ലോകം 21-ാം നൂറ്റാണ്ടിൽ നിർഭയമായി ജീവിച്ചുകൊണ്ട് പരമാവധി സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ തന്റെ സമുദായത്തിലെ സ്ത്രീകൾ മാത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കാര്യങ്ങൾ ഓർത്ത് പേടിച്ചു ജീവിക്കുകയാണെന്ന് നാസിർ കരുതുന്നു. നാസിർ ഇത്തരത്തിലുള്ള ആത്മമന്ഥനത്തിൽ 5 ദിവസം ചിലവഴിച്ചു. ഈ ചിന്തകളിലൂടെ നാസിറിന്റെ നിശ്ചയദാർഢ്യം വർദ്ധിച്ചു. വരും കാലങ്ങളിൽ തന്റെ പ്രവൃത്തിയിലൂടെ മറ്റ് സമുദായങ്ങൾക്ക് തന്റെ സമുദായത്തോടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്റെ സമുദായത്തിലെ സ്ത്രീകൾ മറ്റ് സ്ത്രീകളോടൊപ്പം തുല്യരായി നിൽക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊപ്പം തുല്യ പദവി ലഭിക്കണമെന്ന് നാസിർ ഇപ്പോൾ കരുതുന്നു. പിറ്റേ ദിവസം നാസിർ ടാക്സിയിൽ തന്റെ വർക്ക്ഷോപ്പിലേക്ക് പോയി. എന്നാൽ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് കാരണം വയറുവേദന വന്നതിനാൽ നേരത്തെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. നാസിർ തന്റെ വിശ്വസ്തനായ മെക്കാനിക്ക് ഇമ്രാന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. നാസിർ വീട്ടിൽ പോകാൻ ടാക്സി ബുക്ക് ചെയ്തപ്പോൾ ഇമ്രാൻ അവനോട് പറഞ്ഞു, വായിജാൻ, നിങ്ങൾക്കെതിരെ ഫത്വ ഉണ്ട്. നിങ്ങൾക്ക് നേരെ ആക്രമണവും ഉണ്ടായി. അപകടം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്നും വർക്ക്ഷോപ്പിലേക്കും തിരിച്ചും കൊണ്ടുവിടാൻ കൂടെ വരാം. ഇമ്രാനിലെ മാനവികത തിരിച്ചറിഞ്ഞ നാസിർ അതിന് സമ്മതിച്ചു. ഇങ്ങനെ ദിവസവും രാവിലെ ഇമ്രാൻ നാസിറിന്റെ വീട്ടിലെത്തും. രാത്രി നാസിറിനെ വിടാനായി നാസിറിന്റെ കാറിൽ തന്നെ തിരിച്ചുവരും. ഇങ്ങനെ 1 മാസത്തിലധികം കഴിഞ്ഞപ്പോൾ അമ്മ ഇമ്രാനോട് പറഞ്ഞു, ഇമ്രാൻ മോനെ, ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് മാത്രം പോയാൽ മതി. ഇമ്രാൻ ആ ക്ഷണം സ്വീകരിച്ചു. രാത്രി നാസിറിനെ കൊണ്ടുവിടാൻ വന്നപ്പോൾ ഇമ്രാൻ കുളിക്കാനായി ശുചിമുറി ഉപയോഗിക്കാൻ അനുവാദം ചോദിച്ചു. കുളി കഴിഞ്ഞ് അവൻ കൊണ്ടുവന്ന നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. വർക്ക്ഷോപ്പിലെ മുഷിഞ്ഞ വേഷം മാറി അവൻ ഒരു പുതിയ രൂപത്തിലായി. അമ്മയുണ്ടാക്കിയ ഭക്ഷണം ഇമ്രാൻ വളരെ താൽപര്യത്തോടെ കഴിച്ചു. നാസിറിനെ പോലെ തന്നെ ഇമ്രാനെയും അമ്മി സ്നേഹത്തോടെയും നിർബന്ധിച്ചും ഭക്ഷണം കഴിപ്പിച്ചു. ഭക്ഷണത്തിന് ശേഷം ഇമ്രാൻ പെട്ടെന്ന് പോകാൻ നിന്നില്ല. അവൻ നാസിറിനോടൊപ്പം ഇരുന്ന് സംസാരിച്ചു. അമ്മി ഭോജനത്തിന് ശേഷം അവിടേക്ക് വരികയും ഇമ്രാനോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, മോനെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇമ്രാൻ ഈ ചോദ്യത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നും. അവൻ പറഞ്ഞു തുടങ്ങി, വീട്ടിൽ അമ്മി, അബ്ബു, പിന്നെ എന്നെക്കാൾ 2 വയസ്സ് കുറഞ്ഞ സഹോദരിയുമുണ്ട്. വീട്ടിൽ ഞാൻ മാത്രമാണ് സമ്പാദിക്കുന്നത്. എന്റെ അബ്ബുവും മെക്കാനിക്കായിരുന്നു. ഇപ്പോൾ പക്ഷാഘാതം വന്നതുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയില്ല. അമ്മി ചോദിച്ചു, നിനക്ക് വിവാഹപ്രായമായല്ലോ. വിവാഹം കഴിച്ചാൽ നിന്റെ ഭാര്യയ്ക്ക് വീട്ടുകാര്യങ്ങളിൽ സഹായിക്കാമല്ലോ. ഇമ്രാൻ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ് അമ്മ. പക്ഷേ എന്റെ ചെറിയ സഹോദരിയുടെ കയ്യിൽ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. അവളുടെ ജീവിതം വീണ്ടും ശരിയായതിനു ശേഷം മാത്രമേ ഞാൻ എന്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കൂ. ഇതുകേട്ടപ്പോൾ നാസിറിനൊരു സംശയം തോന്നി. തന്റെ പോലെ തന്നെ ആരെങ്കിലും അവൾക്ക് തലാഖ് നൽകിയിട്ടുണ്ടോ എന്ന്.
നാസിർ ചോദിച്ചു. ഇമ്രാൻ, എന്താണ് സംഭവിച്ചത്? കൈയിൽ ഒരു കുഞ്ഞുള്ളപ്പോൾ അവളുടെ ജീവിതം വീണ്ടും ശരിയാകുന്നതിനെക്കുറിച്ച് നീ എന്തിനാണ് സംസാരിക്കുന്നത്? ഇമ്രാൻ പറഞ്ഞു, എന്റെ സഹോദരി സബയ്ക്ക് 22 വയസ്സേ ഉള്ളൂ. അവൾ ബുദ്ധിമതിയായ പെൺകുട്ടിയാണ്. 1.5 വർഷം മുൻപ് ഒരു അറബ് ദല്ലാൾ എന്റെ അബ്ബുവിനെ കണ്ടു. അവൻ ദുബായിൽ നിന്ന് സബയ്ക്ക് ഒരു ആലോചന കൊണ്ടുവന്നു. എന്റെ 2 വലിയ സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അബ്ബുവിന്റെ കയ്യിലുള്ള സമ്പാദ്യമൊക്കെ തീർന്നു പോയിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അബ്ബു അവനെ വിശ്വസിച്ചു. ദുബായിലെ ഒരു വലിയ വീട്ടിൽ സബ സുഖമായി കഴിയുമെന്ന് അദ്ദേഹം കരുതി. സബ പഠിക്കാൻ മിടുക്കിയായിരുന്നു. അവൾ സ്റ്റേറ്റ് 10ാം റാങ്ക് നേടിയവളാണ്. സബയുടെ ഇഷ്ടം അതിലായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അവളെ കൂടുതൽ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇത്രയും പറഞ്ഞപ്പോൾ ഇമ്രാൻ വികാരാധീനനായി. അവൻ കുറച്ചുനേരം നിശബ്ദനായിരുന്നു. നാസിറും അമ്മിയും ബാക്കി എന്താണെന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇമ്രാൻ പതുക്കെ ബാക്കി കൂടി പറയാൻ തുടങ്ങി. സബ അനുസരണയുള്ള കുട്ടിയാണ്. ഞങ്ങൾ അവൾക്ക് വേണ്ടി ഏതാണ് നല്ലതെന്ന് പറഞ്ഞു, അത് അവൾ സമ്മതിച്ചു. ഇനി നിങ്ങൾ മാനവ പരിചയം ഈ എപ്പിസോഡിനെക്കുറിച്ചുള്ള വിശകലനം കേൾക്കൂ. ഉപശീർഷകം ആത്മമന്ഥനം, ദർശനം, സബയുടെ കഥ. ഈ എപ്പിസോഡ് നാസിറിന്റെ മാറ്റത്തിലെ ഒരു പ്രധാന ഘട്ടമാണ്. ആക്രമണം കാരണമുണ്ടായ ശാരീരികവും മാനസികവുമായ വേദന അവനെ ഫിർദൌസിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. 1. വേദന, യുക്തി, മതം. നാസിർ തന്റെ വേദനയെ മാനുഷികമായ കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. അല്ലാഹുവിന്റെ പേരും അക്രമവും. അല്ലാഹുവിന്റെ പേര് പറഞ്ഞ് എന്തിനാണ് കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന നാസിറിന്റെ ചോദ്യം അവന്റെ ചിന്തകൾ മാറിയെന്ന് വ്യക്തമാക്കുന്നു. തെറ്റ് മതത്തിന്റേതല്ല, മറിച്ച് അത് തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുടെ ആണെന്ന് അവൻ തിരിച്ചറിയുന്നു. മാനസിക വേദന. ഫിർദൌസ് അനുഭവിച്ച മാനസിക വേദന നാസിർ ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നു. ശാരീരികമായ മുറിവ് മാറിയാലും മാനസികമായ മുറിവ് മാറാൻ സമയമെടുക്കുമെന്ന് അവൻ തിരിച്ചറിയുന്നു. ജയിൽ ജീവിതം ആ 3 വർഷം ശിക്ഷയേക്കാൾ ഉപരി ജീവിതത്തിന് ശരിയായ ദിശ നൽകിയ ഒന്നായി അവൻ കാണുന്നു. 2. പുരോഗമനപരമായ കാഴ്ചപ്പാട്. നാസിറിന്റെ ചിന്തകൾ സ്ത്രീകളുടെ പുരോഗതിക്ക് അനുകൂലമായി മാറുന്നു. സ്ത്രീ വിദ്യാഭ്യാസം. ഫിർദൌസിന്റെ ഉദാഹരണം മുൻനിർത്തി സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് അവൻ കരുതുന്നു. നിയന്ത്രണങ്ങൾ. സ്ത്രീകൾക്ക് മേലുള്ള അനാവശ്യ നിയന്ത്രണങ്ങൾ അവരുടെ കഴിവുകൾ ഇല്ലാതാക്കുന്നുവെന്നും അത് പുരുഷന്മാരുടെ ഊർജ്ജം കൂടി വൃഥാ കളയുന്നുവെന്നും അവൻ തിരിച്ചറിയുന്നു. 3. ഇമ്രാനും സബയും. കഥയിൽ ഒരു പുതിയ മാനം. ഇമ്രാൻ നാസിറിനൊപ്പം നിൽക്കുന്നത് അവന്റെ കോറുകൊണ്ടുകൂടിയാണ്. അവന്റെ ജീവിതത്തിലും സമാനമായ ഒരു സങ്കടമുണ്ട്. സബയുടെ കഥ. നല്ല വിദ്യാഭ്യാസമുണ്ടായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം സബയെ ദുബായിലേക്ക് വിവാഹം കഴിച്ചുവിടേണ്ടി വന്നത് ഒരു ശോഷണത്തിന്റെ കഥയാണ്. ഫിർദൌസിനെപ്പോലെ സബയും വേദനിക്കുകയാണെന്ന് നാസിർ തിരിച്ചറിയുന്നു. ഇത് കഥയിൽ ഒരു പുതിയ വഴിത്തിരിവാണ്. എപ്പിസോഡ് 13 അവസാനിച്ചു.